ഒരു സ്ത്രീയെ മർദ്ദിക്കുക, അതിക്രൂരമായി മുഖത്തടിക്കുക, തൊട്ടു പിന്നാലെ അവരുടെ ഭർത്താവിനെയും തലക്കടിച്ച് അവിടെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് നിർത്തുക. അത് കേസ് എന്താണെന്ന് വെച്ചാൽ പോലീസ് രണ്ടുപേരെ മർദ്ദിക്കുന്നത് ചിത്രീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ബെഞ്ചോയെ പിടിച്ചുകൊണ്ടുപോകുന്നത്. പിന്നാലെ ഓടിയെത്തിയ സങ്കടത്തോടെ അല്ലെങ്കിൽ ആവലാതിയോടെ എത്തിയ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. എങ്ങനെ പോലീസ് സംവിധാനത്തിന് ഇങ്ങനെ? ഇതും നിയമ പോരാട്ടത്തിലൂടെ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കൂടി ഓർക്കണം. പോലീസായിട്ട് മാത്രമല്ലേ നാട്ടുകാരെ കണക്കാക്കൂ? പോലീസിനകത്ത് ഇങ്ങനൊരു കാടത്തം അനുവദിക്കാൻ പറ്റുമോ? സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ ഈ നടപടി എടുക്കുന്നത് ശരിയാണോ? ഇവർക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിന് എന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത്? നടപടി ഓരോ മണിക്കൂർ വൈകും തോറും ഇതിനകത്തെ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ചിന്തയല്ലേ ഉണ്ടാകുന്നത്? കേരള പോലീസിൽ ഇരിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീ, അവരെ ഇതുപോലെ ക്രൂരമായി ബന്ധിക്കുന്നത് കണ്ടിട്ട് ഒരു നടപടിയുമില്ലേ? അതല്ല കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണോ ഒരു ജനാധിപത്യത്തിന്റെ മര്യാദ? അല്ല, അതാണ് ശ്രീ തിരുവഞ്ചൂർ. ഇപ്പോൾ മുഖ്യമന്ത്രി മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി. അധികം താമസമില്ലാതെ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ നടപടി ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഇത് 2024 നടന്ന സംഭവമാണ്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് മടിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു കഥ കെട്ടിച്ചമയ്ക്കുന്നു. ഇതിനു മുൻപും അങ്ങേക്ക് പറയാവുന്നതാണ്. താങ്കളുടെ തന്നെ യുവ നേതാവായ സുജിത്ത് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനം ഇതേപോലെ മർദ്ദിച്ചിട്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരുന്നതാണ്. അവസാനം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി അറിയാത്ത പോട്ടെ, ഈ പോലീസിൻ്റെ ഒരു സംവിധാനം ഇതറിയണ്ടേ? ഇങ്ങനെയൊക്കെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്. ഇതല്ല ജനമൈത്രി പോലീസ്, ഇങ്ങനെയല്ല ജനങ്ങളോട് ഇടപെടേണ്ടത് എന്ന് പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തിരിച്ചറിയണ്ടേ? 2024 നടന്ന ഒരു സംഭവം ഇതേവരെ പോലീസ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പോലീസിനെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അത് ചവിട്ടി മുഖ്യതാണ്. ഈ വാർത്ത പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തതാണ്. വാർത്ത പുറത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ നടപടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നടപടി എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം നിവൃത്തിയില്ലാത്ത ഘട്ടം വന്ന് മാധ്യമങ്ങൾ ഇത് ഉയർത്തി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നടപടി എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് ഗവൺമെന്റ് പോകുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ ചിന്ത എന്താ? ഇതുപോലുള്ള ഒരു പരാതി ഉണ്ടായിട്ടും 2024 നടന്നിട്ടും ഈ ഗവൺമെന്റ് ഒന്നും കണ്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? കേരള പോലീസിൽ ലോ ആൻഡ് ഓർഡറിന്റെ ചാർജുള്ള ആളുകൾ മാത്രമല്ല, ഇവിടെ ഇന്റലിജൻസിന്റെ അവർക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലുള്ള അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ അതിക്രമം നടത്തിയ ആളാരാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയാമല്ലോ. ഈ ഫയൽ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. ഇനി ഒന്നുകൂടി പരിശോധിക്കണം. ക്രിമിനൽ കുറ്റവാളികളായിട്ടുള്ള പോലീസുകാരെ ലോ ആൻഡ് ഓർഡറിന്റെ ചാർജ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിരോധിത ലിസ്റ്റിനകത്ത് പെട്ട വ്യക്തിയാണോ ഈ വ്യക്തി എന്നുകൂടി പരിശോധിക്കണം. അതാണെങ്കിൽ ഈ കേസ് വീണ്ടും വലുതാകുകയാണ്, വീണ്ടും ഈ കേസ് വിലപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് കള്ളക്കളി അവസാനിപ്പിക്കണം. ആളുകളുടെ ഒരു കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു നടപടിയായി നിൽക്കാതെ അടിയന്തിരമായി ആ ആളിനെ കേരള പോലീസ് സർവീസിൽ നിന്ന് പുറത്തിറക്കണം. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് എടുത്തേ മതിയാവൂ. ശരി, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ. അതേഷത്തിൽ കർശന നടപടി ഉടൻ എന്ന് DGPയും ADGPയും മാതൃഭൂമി ന്യൂസിനോട് വിവരം അറിയിക്കുന്നുണ്ട്.